ഫ്രണ്ട്സ് ഞണ്ട് റെഡി ആയിട്ട് തോന്നുന്നത് തുറന്നോക്കല്ലേ. റെഡി ആയോ? പച്ചണം നമ്മളെടുത്ത് തിന്നാൻ. അമ്മ ഞണ്ട് റെഡി ആയി കഴിഞ്ഞതാ. ഞണ്ടിന്റെ ഒരു കഷ്ണം ഇവിടെ കുടിക്കും. നമ്മൾ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചോ? നിങ്ങൾ അറിഞ്ഞു നിക്കി ദേവു ഒരു ഓട്ട മത്സരം വെക്കി. ആ റെഡി 1 2 3 സ്റ്റാർട്ട്. ഹായ് ഫ്രണ്ട്സ്, വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് എൻ്റെ ഡേ മൈ ലൈഫ് ആണ്. എനിക്കുണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അടുക്കളയില് അമ്മയും പപ്പയും ഞണ്ട് ഉണ്ടാക്കുകയാണ്. ഞണ്ട് റോസ്റ്റ് അല്ലേ? ഞണ്ട് മസാല. ഞണ്ട് മസാല ഉണ്ടാക്കുകയാണ്. അമ്മയ്ക്ക് ഇത് പറ്റില്ല. അപ്പൊ നമുക്ക് അടുക്കളയിലൊന്ന് പോയി നോക്കാം. പപ്പ. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് ദിയമോളുടെ ഡേ മൈ ലൈഫാണ് എടുക്കുന്നത്. ദിയമോൾ തന്നെയാണ് ഒക്കെ എടുക്കുന്നത്. ആരും ഹെൽപ്പ് ചെയ്യുന്നില്ല. ദിയമോളാണ് മൊത്തം ക്യാമറ എഡിറ്റിംഗ്. എനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ചേച്ചീനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാൻ പാടില്ല. ഒക്കെ ഈ ഒറ്റയ്ക്ക് ചെയ്യണം. അപ്പൊ ഞങ്ങള് ഇത് ചട്ടി ചൂടാക്കാൻ വെച്ചേക്കുന്നതാണ്. ഇപ്പുറത്ത് ഞങ്ങള് ദിയമോളുടെ ഫ്രണ്ട്സ് ദിയമോളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. കാണിച്ചു തരാം. ക്രാബ് അഥവാ ഞണ്ട് റോസ്റ്റാണ് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. ദിയമോളുടെ ഡേ ലൈഫ് അല്ലേ, അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചാരിച്ചു. എന്താണ് പരിപാടി? അടുക്കളയിൽ ഞങ്ങളിവിടെ ഞണ്ട് മസാല ഉണ്ടാക്കുകയാണ്. ഞങ്ങളല്ല, അമ്മയും പപ്പയും ഞണ്ട് മസാല ഉണ്ടാക്കി. അമ്മയ്ക്ക് പറ്റൂലല്ലേ? അമ്മയ്ക്ക് ഞണ്ട് കഴിക്കാൻ പറ്റൂല എന്നറിയില്ല. അപ്പം എനിക്ക് ഭയങ്കര ഫേവറേറ്റ് സംഭവമാണ് കേട്ടോ ഞണ്ട്, ചെമ്മീന്. ദിയമോളുടെ കഞ്ഞി അത്, എൻ്റെ കഞ്ഞി ഇത്. നല്ല മോരും മുളകൊടച്ചതുമാണ് ഗായ്സ് നമ്മുടെ ഈ കഞ്ഞിക്ക്. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ കഴിഞ്ഞു. അപ്പം ഞങ്ങള് ഇങ്ങനെ ഇരിക്കുകയാണ്. ഫ്രണ്ട്സ്, ഞണ്ട് റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നത്. തുറന്നോക്കല്ലേ. നല്ല സ്മെല്ല്. ചൂടുണ്ടോ അവിടെ വെക്ക്. ഇത് റെഡി ആയതാണോ? റെഡി ആയോ? പച്ചണം നമ്മളെടുത്ത് തിന്നാൻ. ഗൈസ്, ഞാൻ ജസ്റ്റ് വേവിച്ചതാണ് തോന്നുന്നത് എടുത്ത് തിന്നത്. ഇനി എന്തൊക്കെയായാലും മസാലകളൊക്കെ ചേർക്കാണ്ട് തോന്നുന്നു. റെഡി ആയി കഴിഞ്ഞോ എന്ന് ചോദിച്ചു നോക്കട്ടെ. അമ്മ ഞണ്ട് റെഡി ആയി കഴിഞ്ഞതാ. അപ്പൊ ഇപ്പൊ എന്താ ചെയ്ത് വെച്ചേക്കാം? വേവിച്ച് വെച്ച മസാലയാണ് ഞാൻ ഇപ്പടുത്ത് തിന്നത്. മറ്റേ തക്കാളിയും പിന്നെ ഇവിടെ ചട്ടിയും വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടിട്ടാണ് ഞാൻ റെഡി ആയിന്ന് വിചാരിച്ചത്. വെറും പൊടികൾ, മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചതാണ്. ഞാനപ്പം തന്നെ എടുത്ത് വിഴുങ്ങി. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
ഗൈസ് ഞണ്ടിന്റെ ഒരു കഷ്ണം ഇവിടെ കുടുങ്ങി. ഇവിടെ ഫ്രണ്ട്സ്, ചേച്ചി അടിച്ചു വരികയാണ്. ഗൈസ് ഞാൻ അടിച്ചു വരികയാണ്. ഫസ്റ്റ് ഞാൻ സിറ്റ് ഔട്ട് അടിച്ചു വരും. അത് കഴിഞ്ഞിട്ട് ആ റൂമിലത്തെ ഞാൻ അടിച്ചു വരിയിട്ട് ഈ ഹാളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഹാളിലെത്തുമ്പോൾ ഞാൻ സിറ്റ് ഔട്ട് അടിച്ചു വരും. പണിയെടുക്കണേ ഗൈസ്. ദിയമോൾ ഇവിടെ തുടക്കുകയാണ്. ഞാൻ അടിച്ചു വരിക ദിയമോൾ തുടക്കി. എന്തല്ലേ ഗൈസ്, ഇനി ഇവിടെ തുടച്ച് കഴിഞ്ഞിട്ട് അപ്പുറത്തെ റൂമാണ് തുടക്കേണ്ടത്. ഞാൻ തുടക്കണോ ഗൈസ്? തുടച്ച് കഴിഞ്ഞിട്ട് കാണാം. ഫ്രണ്ട്സ്, പപ്പ എന്താ അത് ചക്ക പിഴിഞ്ഞാണ്ടി കൊണ്ടുവന്നു. മോള് ചക്ക ചക്കക്കറി. എനിക്കിന്ന് ലഞ്ചിനെയാണ് ഞണ്ട് മതി. രണ്ട് മാത്രം മതി. രണ്ടെണ്ണം. ഫ്രണ്ട്സ്, ഞാൻ അപ്പം ഉണ്ടാക്കുകയാണ് രാവിലത്തെ. ഇത് രസത്തിന് കുറച്ച് കരിവേപ്പില വേണം. കരിവേപ്പില സാധാ ഇലയാണ്. അപ്പം ചെറിയ പീസായിട്ട് അരിയണം. പിന്നെ രാവിലത്തെ വേണ്ടി ഒരു ദോശ ഉണ്ടാക്കുകയാണ് എനിക്ക്. അതുകൊണ്ട് ഞാൻ മണ്ണെടുക്കട്ടെ. ഇതായി ഫ്രണ്ട്സ്. ഇതെൻ്റെ ദോശ പരത്തണ സാധനമാണ്. ഇതെൻ്റെ ചട്ടുകമാണ്. ഇതാണ് ചട്ടുകം. ഇതാണ് ദോശ ഉണ്ടാക്കണ ചട്ടിയാണ്. കുറേ രസം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇതിക്ക് ഇട്ടിട്ട് ഇനി ഞാൻ ദോശ പരത്തണം. കുറച്ച് മണ്ണെടുക്കണം. പിന്നെ ഇത് മിക്സ് ചെയ്തിട്ട് ദോശ ചുട്ടണം. അല്ലേ, ചുട്ടിട്ട് ഗ്യാസ് അടുപ്പ് ഏതാ? ഇതല്ലേ ഗ്യാസ് അടുപ്പാണ്. ഇത് ഇങ്ങനെ തിരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ കറിയും കൂട്ടി കഴിക്കാം. രസവും ദോശയാണ് ഇന്ന്, വേറെ ഒന്നുമില്ല ഇന്ന്. അതുകൊണ്ട് ഞാൻ രസവും ദോശയും. അപ്പം ഞാൻ മണ്ണെടുക്കാം. ഫ്രണ്ട്സ്, അപ്പം ദിയമോക്ക് കളിക്കാൻ വേണ്ടി 2 കൂട്ടുകാർ വന്നിട്ടുണ്ട്. അല്ലിയും അല്ലു. ഇവരാട്ടോ മാങ്ങ കൊണ്ട് തന്നത്. മാങ്ങയും കൊണ്ട് വന്നതാ അല്ലിക്കുട്ടി. എന്താ കളിക്കണേ? ദോശ കളിക്കാണ്. വായത്തി നോക്കട്ടെ. ഫ്രണ്ട്സ്, ദോശക്കുള്ള ചമ്മന്തിയാണത്. ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയി. അപ്പോൾ ഞണ്ടൊക്കെ റെഡിയാണ്. അപ്പം ഞണ്ട് കഴിക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പം ഞാൻ ഞണ്ട് തിന്നാൻ പോവാണ്. ഒരു സ്ഥലത്തേക്ക് ഇരിക്കാം. ഗൈസ്, അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പം നല്ല വിശപ്പുണ്ട് ഗൈസ്. അപ്പം ഞാൻ എന്നാ ഫുഡ് കഴിക്കട്ടെ. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ലഞ്ച് കഴിച്ച് കഴിഞ്ഞു. നല്ല അടിപൊളി ലഞ്ചായിരുന്നു ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ദിയമോൾ ഒരുങ്ങി, ഞാൻ ഒരുങ്ങി. അപ്പം ഈ ഡ്രസ്സിൽ എനിക്കൊരു റീൽ എടുക്കണം ഗൈസ്. ഒരു ഡാൻസ്, ഒരു സ്ലോ മോഷൻ ഇതൊക്കെ ഒന്ന് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പം പുറത്ത് വെളിച്ചമൊന്നുമില്ല. രാവിലെ മുതൽ ഇപ്പോൾ വെയിലൊന്നും കാണാനില്ല ഗൈസ്. സൂര്യനെ കാണാനില്ല. മഴക്കാറ് മാത്രമേ കാണാനുള്ളൂ. ഇപ്പൊ ചെറിയൊരു വെയിൽ വന്നിട്ടുണ്ട്.
ഫ്രണ്ട്സ്, അപ്പം ഞാൻ ബോട്ട് ഹൗസിൽ പോയപ്പോൾ, ഊട്ടി ബോട്ട് ഹൗസിൽ പോയപ്പം എനിക്കൊരു ചെയിനും ഒരു കൈ ചെയിനും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവരിട്ടില്ല. അപ്പം ഇതിൻ്റെ കമ്മൽ തൽക്കാലം ഇടണ്ട, കമ്മൽ ഇടണ്ട. അപ്പം ഇത് രണ്ടും ഞാൻ ഇടാൻ പോവാണ്. ഈ ഡ്രസ്സിന് ചേരുന്ന എൻ്റെ മൈൻഡ് 100% ഉറപ്പിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിടുന്നു ഗൈസ്. ഫ്രണ്ട്സ്, അപ്പം ആദിമോനൊക്കെ വന്നിട്ടുണ്ട്. ആദിമോനും അച്ഛനും വന്നിട്ട് സൈക്കിൾ ഓടിക്കാൻ വേണ്ടി. ഈ സൈക്കിള് ആദിമോന്റെ അവിടെ ആയിരുന്നു കേട്ടോ. നമ്മൾ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചോ? നിങ്ങൾ അറിഞ്ഞോ? ആദിമോനെ ഓടിക്കാൻ പഠിച്ചില്ല. ആദിമോനൊന്ന് ഓടിച്ചു നോക്കട്ടെ. ആദിമോൻ ഓടിക്കാൻ അറിയുമെന്ന് ഞാൻ കുറച്ച് ദിവസം മുന്നെയാണ് ഗൈസ് അറിയണത്. നാളെ ഒരു ദിവസം ആദിമോന് ജസ്റ്റ് ഒന്ന് ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയതാ. പക്ഷെ ഓരോ ഓടിക്കുന്നുണ്ട്. ഞങ്ങളുടെ ആദിമോന്റെ വീട്ടിൽ പോണം. അമ്മയും ചേച്ചിയും പപ്പയൊക്കെ കവളേക്ക് പോവാണ്. ഇല്ലേ? എന്നാ പഠിപ്പിക്കണ്ട കേട്ടോ. അറിയുന്നില്ലെങ്കിൽ എന്നാ പഠിപ്പിക്കണ്ട. വേണ്ട വേണ്ട, കയ്യൊടിയും കേട്ടോ. അപ്പൊ ദിയമോള് പോവാണ്. അപ്പൊ യൂണിഫോം വാങ്ങണ്ടേ? ഞങ്ങള് വരാട്ടോ, വൈകുന്നേരം രാത്രി അങ്ങോട്ട് വരാട്ടോ. ചാമ്പയ്ക്ക് ഉണ്ടോ നോക്കാം. ഒക്കെ ഇങ്ങനെ പൊഴിഞ്ഞു ചാടിപ്പോയതാണോ, കിളി ഒത്തിക്കൊണ്ടായതാണോ എന്നൊന്നും അറിയില്ല. എനിക്ക് ദേവു ഒരു ഓട്ട മത്സരം വെച്ചു. ആരാണ് ഫസ്റ്റ് അടിക്കാൻ നോക്കാം. ഞാൻ നിക്കണ അവിടെ വരാൻ. അതാ ഒക്കെയാണ്. ആ റെഡി, 1 2 3 സ്റ്റാർട്ട്. എനിക്ക് തോൽപ്പിക്കാനാവില്ല മക്കളെ. ഫ്രണ്ട്സ്, വെക്കേഷൻ ഡേയ്സിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള സമയം ഈവനിങ് ടൈമാണ്. അത് ഈവനിങ്ങിലാണല്ലോ വെയിലൊന്ന് ആറി സന്ധ്യാവനൊക്കെ ആവണ സമയം. സന്ധ്യ ആവണല്ല, എന്നാലും വെയിലൊക്കെ പോണ സമയമായിരിക്കും നമുക്ക് കളിക്കാൻ കുറച്ചുകൂടി രസമൊക്കെ. ഉച്ചയ്ക്ക് ഉറങ്ങി എണീറ്റ് നേരെ വന്ന് കളിക്കുക. അപ്പുറത്തെ വീട്ടിൽ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരെ കുട്ടി കളിക്കുക. എനിക്ക് അപ്പുറത്തെ വീട്ടിൽ ഫ്രണ്ട്സ് ഒന്നുമില്ല. എനിക്ക് സ്കൂളിലും ഫ്രണ്ട്സില്ല, അപ്പുറത്തെ വീട്ടിലും ഫ്രണ്ട്സ് ഇല്ല. വണ്ടി ഡോണടിക്ക്. ഇതങ്ങനെ നനഞ്ഞോ? ടാങ്കിലെ വെള്ളം ചാടി നനഞ്ഞ വണ്ടി നിർത്ത്, ഞാൻ കേറട്ടെ. പിടിച്ചു വെച്ചിട്ടാണ് സ്റ്റാർട്ടിങ് പ്രശ്നമാണ്. അമ്മ അവിടെ കുറേ നേരമായി സംസാരിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. എന്തതിന് മാത്രമുള്ളത് എനിക്ക് മനസ്സിലാവണില്ല. കുറേ നേരമായി ഗൈസ് ഞാൻ ഇരിക്കുന്നു. 6 മണിയായി സമയം. കൊതുകുന്നുണ്ട് ഗൈസ്, നല്ല കൊതുക്. എനിക്ക് അത്ര ഇഷ്ടമില്ലാത്ത. അമ്മ വരുന്നുണ്ട് ഗൈസ്. എപ്പോഴെങ്കിലും വന്നല്ലോ. എത്ര നേരമായി പോയിട്ട്. ഞാൻ ചേച്ചീനെ
വിളിക്കാൻ പോയതാ. അപ്പം ഞങ്ങൾ അഭിമാമന്റെ വീട്ടിലെത്തിയിരിക്കുന്നു. നമ്മൾ വരുമ്പോൾ തന്നെ CCTV-നോടാണ് ഹായ് പറയേണ്ടത്, കാരണം അഭിമാമൻ അവിടെയാണുള്ളത്. അവൻ അതിൽ കൂടെ CCTV കൂടെ നോക്കും ദുബായിന്ന്. ഹായ് ഗൈസ് പറയൂ. ഹായ് ഗൈസ്. ഞങ്ങള് വീട്ടിലേക്ക് പോവാണ്. അവിടെ പപ്പ എഡിറ്റിങ് ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ വണ്ടീനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് നാളെ തന്നെ നമ്മൾ ആ വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അമ്മയ്ക്കിപ്പം ഇതുകൂടെ ഡ്രൈവ് പോകണമെന്ന് പറഞ്ഞു. അമ്മ ഓടിക്കാൻ പോവാണ് വണ്ടി. ലൈറ്റ് കിട്ടോ അപ്പോഴത്തേക്കും അവിടെ തോട്ടെത്തിയപ്പോൾ ഇരുട്ടായി. അങ്ങനെ കൊടുക്കുക. ആറ് ഞെക്കിക്കൊണ്ടേ ഇരിക്കണം. അതാ സുഖം. നിർത്താൻ പാടില്ലല്ലേ. ആറ് ഞെക്കിക്കൊണ്ടേ ഇരിക്കണം. യെസ് ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ വീട്ടിൽ എത്തിയിരിക്കുന്നു. ഇരുട്ടായിട്ടും സമയം 6:30 കഴിഞ്ഞു. ഫ്രണ്ട്സ്, അപ്പം ദിയമോള് അവിടെ ആദിമോൻ്റെ അവിടെ നിന്നു. അപ്പം ഞങ്ങള് 3 പേരും ബ്ലാക്കിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് കവളേക്ക് പോവാണ്. അപ്പം പപ്പ ഇപ്പൊ മോളിക്ക് പോയിക്കാണ്. പപ്പ ഇപ്പൊ താഴ്ചക്ക് ഇറങ്ങി വരണം. അപ്പൊ നമുക്ക് പോവാം ഗൈസ്. ഞാൻ ഊട്ടിന്ന് പിന്നെ കുഞ്ഞാ ചേച്ചിക്ക് ഒരു ചെയിനും കമ്മലും ബ്രേസ്ലെറ്റ് ഇതേമാരത്തെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഇതിന്റെ കളർ ചേഞ്ച്. അപ്പം അതും കൊടുക്കണം. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ വീട്ടിൽ എത്തിയിരിക്കുന്നു. ബ്ലാക്കിക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ പോന്നു. അപ്പം ദിയമോള് പോന്നിട്ടില്ലായിരുന്നു കേട്ടോ. ദിയമോള് അവിടെ ആദിമോൻ അവിടെ തന്നെയാണ്. പിന്നെ പപ്പിയാൻ്റെ കുഞ്ഞിനെ കണ്ടു. പിന്നെ അതുപോലെ തന്നെ നമ്മള് ദിയമോളുടെ ഒരു ഡേമ ലൈഫ് ആണിത്. പക്ഷേ ദിയമോളില്ല. അതെ, വൈൻഡപ്പ് പറയാൻ ദിയമോളില്ല. കാരണം എന്താ വെച്ചാൽ ദിയമോള് അവിടെ അമ്മമ്മേന്റെ അവിടെ നിക്കാണെന്ന് പറഞ്ഞു. അയ്യോ, ഉറക്കം വരിക. ഇപ്പം മഴയൊന്നും പെയ്തായിരുന്നു ചെറുതായിട്ട്. ഇവിടെ പെയ്തെന്ന് അറിയില്ല, അവിടെ പെയ്തായിരുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോഴത്തെ എല്ലാവർക്കും ബൈ ബൈ.